ഈ വീഡിയോയിൽ അമേരിക്കയുടെ താരിഫ് വളരെയധികം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അതുപോലെ മെക്സിക്കോ, കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായ നിലപാടുകളാണ് മുന്നോട്ട് എടുക്കുന്നത്. അപ്പൊ അവരെ നമ്മളത് കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഈ ഒരു താരിഫിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മെക്സിക്കോ, കാനഡ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ത് നിലപാടാണ് എടുക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ, എങ്ങനെയാണ് ഇവർ ഇതിനെ ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ കൗണ്ടർ ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ എന്തായാലും ചൈന പുതിയ അറിയിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സിനെല്ലാം താരിഫ് വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർ നിശ്ചിത തോതിൽ എന്താണോ അമേരിക്ക ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടി, അതേ ഡ്യൂട്ടി ഇവിടെ ചൈന ചാർജ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ചൈന ഇങ്ങനെ കട്ടക്കി കൗണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. ട്രംപിന്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനെ കുറിച്ചാണ്. അതായത് ഈ ഒരു റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കുന്നതുമായിട്ട് ആ ഒരു പീസ് കരാർ, ആ ഒരു കരാർ, സമാധാന കരാർ വെരി വെരി ഫാർ അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് ദൂരെയാണ്. അതൊന്നും ഇനിയിപ്പം പിടിച്ചാൽ കിട്ടും എന്നുള്ള രീതിയിലല്ല എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കുന്നത് ഉക്രൈനിലെ സെലൻസ്കിയെ തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുന്നതും സെലൻസ്കിയുടെ മേളിൽ തന്നെയാണ്. സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ അവിടെ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെതിരെ പ്രൊട്ടസ്റ്റുമായിട്ട് അവിടെ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നീല കളറിലുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ഉടനീളം കാണാം. അവര് ശക്തമായി സെലൻസ്കിയെ പിന്തുണച്ചുകൊണ്ട്, അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് കാണിച്ച ആ ഒരു സെലൻസ്കിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു എന്ന രീതിയിലൊക്കെ വല്ലാത്ത സെന്റിമെന്റുമായിട്ട് കാര്യങ്ങളുമായിട്ടൊക്കെ അവിടെ അമേരിക്കയുടെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അതൊരു സൈഡിൽ നമ്മൾ പറയേണ്ട കാര്യമാണ്, കാരണം അത് നടക്കുന്നുണ്ട്, ഫാക്റ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന് ഒരു ജാക്ക്പോട്ട്. ഇസ്രായേലിന് ജാക്ക്പോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് 3 ബില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്തെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് അടിച്ചിരിക്കുന്ന ഒരു ലോട്ടറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഉക്രൈനിലെ സെലൻസ്കി അന്ന് സംസാരിക്കാൻ പോയില്ലേ വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി, ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ അന്ന് അയാൾ റെയർ എർത്ത് മിനറൽ ഡീൽ സൈൻ ചെയ്യും. ആ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉക്രൈന് ഒരു വാർ എയ്ഡ് ആയിട്ട് ഒരു 4 ബില്യൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാക്കി വെച്ചിരുന്നു. ഇതൊക്കെ ബാക്ക് ഓഫീസിൽ ട്രംപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ 4 ബില്യൺ കൊടുക്കാം എന്നുള്ള വാഗ്ദാനം ഒന്നും പറഞ്ഞില്ല. കാര്യം ഇയാൾ പൈസ ഇല്ല എന്നുള്ളത് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇയാൾ വന്ന് റെയർ എർത്ത് മിനറൽ ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡീലിലോട്ട് മുന്നോട്ട് പോകാം. അപ്പൊ തീർച്ചയായിട്ടും ഇയാൾക്ക് ഈ ഒരു രാജ്യം റീബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൈസകൾ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് ഒരു 4 ബില്യൺ പ്രാഥമികമായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 4 ബില്യൺ പദ്ധതി ഇട്ട് വെച്ചിരുന്നതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബഡ്ജറ്റ് ഇട്ട്. സെലൻസ്കി ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ട് വന്നതുകൊണ്ട് ആ 4 ബില്യൺ എടുത്ത് നേരെ ഇസ്രായേലിലേക്ക് കൊടുക്കുകയാണ്. ആ 4 ബില്യൺ ഇനി ഉക്രൈന് പൈസയൊന്നും കൊടുക്കണ്ട, ഉക്രൈന് യാതൊരു രീതിയിലുള്ള പടക്കോപ്പുകളോ ഒന്നും തന്നെ അയക്കേണ്ടതില്ല, എല്ലാം നിർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഈ 4 ബില്യൺ എടുത്ത് ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ്. അത് കൂടാതെ ഇപ്പം അമേരിക്ക കൊണ്ടുവരുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളൊരു ഭീഷണിയും കൂടെ ഇപ്പം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇന്നലെ വരെ ഇൻഡയറക്റ്റ് ആയിട്ട് പല സൂചന മെസ്സേജുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു ത്രെട്ട് ഡിസ്കഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ബോത്ത് പാർട്ടി ടേബിളിൽ എത്താണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു റെസൊല്യൂഷൻ ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അന്ന് വെള്ളിയാഴ്ച സെലൻസ്കി വന്നത് ഈ ഒരു ഡീലിൽ ഒപ്പിടാനാണ്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ സെലൻസ്കിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തത് അന്ന് ഒരിക്കലും പീസ് കരാർ റഷ്യയുമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഒപ്പിടാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരുന്നത്. അന്ന് അവിടെ ഇരുന്നത് റെയർ എർത്ത് എലമെന്റ്സിന്റെ കരാർ ഒപ്പിടാനാണ്. REE എന്ന് പറഞ്ഞ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കരാർ ഒപ്പിടാനാണ് അന്ന് സെലൻസ്കി അവിടെ പോയത്. അവിടെ പോയിരുന്നുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുളവായി അവസാനം പൈസയും പോയി, ആയുധവും കിട്ടുന്നില്ല. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ആ മീറ്റിംഗ് കൂടിയിട്ട് എന്നിട്ടും ഉക്രൈന് ഒരു സപ്പോർട്ടും കിട്ടാത്ത അവസ്ഥയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് പറഞ്ഞാൽ പുടിൻ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പുടിൻ വളരെ ഹാപ്പി ആയിട്ട് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈൻ എന്ന് പറഞ്ഞിട്ട് ഇമാതിരിയുള്ള സംസാരങ്ങളും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി കൂട്ടുമ്പോഴത്തേക്കും UK ഇന്ന് പാർലമെന്റിൽ തന്നെ അവർ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ഉക്രൈനിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. റഷ്യ ഉക്രൈൻ പീസ് ഡീലിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തുന്ന രാജ്യം UK ആയിരിക്കും എന്നാണ് സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. ഇത് അവരുടെ പാർലമെന്റിൽ തന്നെ പറഞ്ഞതാണിത്. ഭക്ഷണങ്ങൾക്കുള്ള വില തന്നെ നല്ല രീതിയിൽ കുത്തനെ കൂടിയിട്ടുണ്ട് UK ഏത് അവസ്ഥയിൽ പോകും എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരെയും പേടിപ്പെടുത്താൻ പറയുന്നതല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിവിങ് എക്സ്പെൻസസ് വളരെ വളരെ കൂടുതലാണ് UK. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. UK ഒരുപാട് മലയാളികളുണ്ട്. അവിടെ നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്താണ് അവിടുത്തെ എക്സ്പെൻസസ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലേഷൻ കൂടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് രാവിലെ വരെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആ ഇൻഫ്ലേഷനെ കുറിച്ച്. അതിന്റെ ഇടയ്ക്കാണ് സ്റ്റാർമറിന്റെ ഒരു ഷോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ എത്ര പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ സ്ഥിരമായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരാൻ പറ്റാണ്ട് മാറി പോയത്. ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് UK കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ പ്രോബ്ലം മാത്രമല്ല, അവിടെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ് 20% സ്ഥലം ഉക്രൈന്റെ നഷ്ടപ്പെടുകയും ചെയ്തു. നാറ്റോ ആണെങ്കിൽ ഇപ്പം കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നാറ്റോയിലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പം ചെറുതായിട്ട് ബാക്ക് അടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു മീറ്റിംഗിലൊക്കെ അവർ വന്ന് പങ്കെടുത്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്കയെ പേടിയുണ്ട്. അമേരിക്ക നാറ്റോയിൽ നിന്ന് പിൻവലിയുമോ എന്നുള്ളൊരു പേടിയിലാണ് നാറ്റോ രാജ്യങ്ങളൊക്കെ ഇപ്പം കുറച്ചിങ്ങനെ സൈലന്റ് ആയി വരുന്നത്. ഉക്രൈനിലെ സെലൻസ്കിക്ക് വേണ്ടി പങ്കെടുത്ത ഈ 19 രാജ്യത്തിലെ മിക്കവാറും നേതാക്കളും ട്രംപിനെയോ അമേരിക്കൻ റെപ്രസെന്റേറ്റീവിനെയൊക്കെ വിളിച്ച് അപ്പോഴേ സംസാരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് പേരിന് വേണ്ടി പോകുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പോകണമല്ലോ, പോയി എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവന്മാർ ഇത് ചെയ്തിട്ടുണ്ടാവും, 100% ഉറപ്പാണ്. ഈ സ്ലോവാക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് സ്ലോവാക്യ. അതായത് ഈ ഒരു റഷ്യയിൽ നിന്ന് വരുന്ന ഗ്യാസിന്റെ പൈപ്പ് ലൈൻ കംപ്ലീറ്റും ഈ സ്ലോവാക്യ ത്രൂ ആണ് കടന്നു പോകുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ആ സ്ലോവാക്യ ത്രൂ ആണ് കടന്നു പോകുന്നത്. ഇവരെല്ലാരും തന്നെ കൂട്ടുകച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉക്രൈന് വേണ്ടി കോരെ വന്ന് മീറ്റിംഗ് ഒക്കെ ഇട്ട് സൈൻ ചെയ്തൊക്കെ പോയ ആൾക്കാരുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കിക്കോണേ. കംപ്ലീറ്റ് ആൾക്കാരും ഇപ്പോഴും റഷ്യയുമായിട്ട് ഈ ഒരു ഗ്യാസിന്റെ പൈപ്പ് ലൈൻ വഴിയുള്ള കച്ചവടം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളും റഷ്യയുമായിട്ട് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ത്രൂ ഈ ഒരു കച്ചവടം, ഈ ഒരു ട്രേഡ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് ഈ യുക്രൈനെയൊക്കെ വിളിച്ചിങ്ങനെ മീറ്റിംഗിലേക്ക് എത്തി സംസാരിക്കുന്നതൊക്കെ വെറും നാടകം മാത്രമാണ്, അതിലുപരി ഒന്നുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്ലോവാക്യൻ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരിക്കലും ഇനി യുക്രൈനു വേണ്ടിയിട്ട് ഈ ഒരു യുദ്ധത്തിന് ഫണ്ട് തരില്ല, അത് ഉറപ്പാണ്. അമേരിക്ക തന്നെ ഇതിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞു. ഇനി അമേരിക്ക ഫണ്ട് കൊടുത്തിട്ട് തന്നെ ഉക്രൈനിന് ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോ അമേരിക്കയും കൂടെ ഇനി ഫണ്ട് ചെയ്യുന്നില്ല, അവര് ആയുധങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇനി നമ്മൾ കൂട്ടിയാൽ കൂടുമോ ഇത്? ഈ തോൽക്കുന്ന കളിക്ക് ഞാൻ എന്തായാലും ഇല്ല എന്നാണ് സ്ലോവാക്യൻ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നെ ഈ ഒരു ഉക്രൈൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ യൂറോപ്യൻ മേഖലയിൽ നടക്കുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു ഉക്രൈൻ പ്രശ്നം കാരണം നമുക്കെല്ലാം ഗ്യാസ്, ഓയിൽ, ഇതുമാതിരിപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു യുദ്ധം കൊണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ എക്കണോമി എല്ലാം തകർന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഉക്രൈനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ത്യജിക്കണം എന്നാണ് ഈ റോബർട്ട് ഫിക്കോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിലൂടെ പുള്ളി പറയുന്നത്, ഞാൻ എന്തായാലും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല, നോ ഒബ്ജക്ഷൻ. നിങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നതിൽ എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല, പക്ഷെ ഞാൻ എന്തായാലും ഈ കളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ റഷ്യയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ ഇവരുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ പാട്, ഇവരുടെ ഇപ്പൊ ഈ UK ഒരു മീറ്റിംഗ് കഴിഞ്ഞല്ലോ, ഈ ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ പാടെ റഷ്യയുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാറ്റോയിൽ ഉക്രൈനെ എടുത്താലും എടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ നാറ്റോയും യൂറോപ്പ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവിടെ ഡിഫൻസ് മെക്കാനിസം സെറ്റ് ചെയ്യുന്നതും റഷ്യ ഒരു ഒഫൻസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാര്യം, നിങ്ങൾ നാറ്റോയിൽ ഉക്രൈനെ ചേർത്താലും ചേർത്തില്ലെങ്കിലും അവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ അവർക്ക് ആയുധങ്ങളും പൈസയും എല്ലാം കൊടുത്ത് സപ്ലൈ ചെയ്ത് റഷ്യക്കെതിരെ നിലനിൽക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ലിറ്ററലി നാറ്റോയിലോ യൂറോപ്യൻ യൂണിയനിലൊക്കെ ചേർത്തതിന് തുല്യമാണ് എന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. ഇതും ഒരു സൈഡിൽ ഈ ഒരു യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഈ നാറ്റോ സഖ്യത്തിന് ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു, മനസ്സിനകത്ത് എത്രയും വെറുപ്പുണ്ടാവും. പക്ഷെ നമ്മൾ പീസ് ഡീലോ അല്ലെങ്കിൽ അതിന്റെ നെഗോഷിയേഷൻ ടോക്കിന് പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ വെറുപ്പോട് കൂടി പോയി കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം വെറുപ്പുണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഹേറ്റഡ് വരുമല്ലോ. ആ ഹേറ്റഡ് കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെഗോസിയേഷൻ സക്സസ്ഫുള്ളി നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇത് എടുത്ത് പറയുകയും ചെയ്ത്, സി ലുക്ക് അറ്റ് ദ ഹേറ്റഡ്, ലുക്ക് അറ്റ് ദ റഷ്യ ഹേറ്റഡ്, ലുക്ക് അറ്റ് ദ പുടിൻ ഹേറ്റഡ്, ഹൗ ദേ ആർ ഗോയിങ് ടു നെഗോഷിയേറ്റ് ഈച്ച് അതർ എന്നുള്ളത് ട്രംപ് അന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞതുമാണ്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലെ ചർച്ച നടത്തിയപ്പോഴത്തേക്കും ഫ്രാൻസ് പല സ്ഥലത്തും പോയിട്ട് ഭയങ്കര ഷോ കാണിച്ചുകൊണ്ട് നടക്കുകയല്ലേ. ഈ ഡെസിഗ്നേറ്ററി ഡെസ്കിൽ, അതായത് ചെയർപേഴ്സൺ ഡെസ്കിൽ ഫ്രാൻസും ഉണ്ടായിരുന്നു. അതായത് ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് UK നടന്ന ആ ഒരു ചർച്ചയിൽ ചെയർ ഡെസ്കിൽ ഇരുന്നത് സ്റ്റാർമർ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാക്രോണും കൂടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ യൂറോപ്യൻ യൂണിയനിലെ റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ചോദിക്കുന്നത്, ഉക്രൈനെ നാറ്റോയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, യൂറോപ്യൻ യൂണിയനിൽ ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രാൻസിന്റെ സപ്പോർട്ടോടുകൂടി ഫ്രാൻസിലുള്ള ന്യൂക്ലിയർ സെറ്റപ്പ് നമുക്ക് ഇങ്ങോട്ട് നീക്കാം, അണുവായുധം നമുക്ക് ഉക്രൈനിലോട്ട് നീക്കാം എന്നുള്ള ഒരു ഒപ്പീനിയൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഫ്രാൻസ് അത് ഡിനൈ ചെയ്യാണ് ചെയ്തത്. അത് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ഫ്രാൻസ് ഒരു ഐഡിയ കൊടുത്തു. എന്ത് ഐഡിയ എന്നറിയാമോ? യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷനെ കൊണ്ട് ഉക്രൈൻ റഷ്യ ബോർഡറിൽ വിന്യസിക്കാനാണ് മാക്രോൺ ഐഡിയ കൊടുത്തത്. വളരെ നല്ല ഐഡിയ. പല രാജ്യങ്ങളിലും പെട്ട സോൾജേഴ്സ് ആണ് ഈ ഒരു പീസ് കീപ്പിംഗ് മിഷനിലുള്ളത്. ഇന്ത്യ ഈ പീസ് കീപ്പിംഗ് മിഷനിൽ നിന്ന് ഇന്ത്യക്കാരെ എത്ര വേഗം പുറത്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇങ്ങനെ യൂറോപ്പിലും പല രാജ്യങ്ങളിലൊക്കെ കൊണ്ടിടും. നമ്മുടെ ആൾക്കാർ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. നമ്മുടെ ഭടന്മാര് അവിടെ ചെന്ന് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. എത്ര വേഗം ഇന്ത്യയുടെ സോൾജേഴ്സിനെ തിരിച്ചെടുക്കണം ഈ UN പീസ് കീപ്പിംഗ് മിഷനിൽ. കഴിഞ്ഞ ആഴ്ച വരെ ഒരു പീസ് കീപ്പിംഗ് മിഷന്റെ റെഫറൻഡം ടോക്ക് നടത്തിയിട്ടിരിക്കുന്നേ ഉള്ളൂ ഇന്ത്യ. ഈ ലോകസമാധാനം എന്ന് പറയുമ്പോഴത്തേക്കും യുവമാരുടെ അഹങ്കാരം മൂത്ത് നടക്കുന്ന വഴക്കിന് ലോകസമാധാനം സ്ഥാപിക്കാൻ നമ്മൾ പോകണമെന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെ എത്ര വേഗം, കാരണം നമ്മൾ ഇന്ത്യയിൽ ശരിക്കും ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ചുറ്റിലും ഒരുപാട് ത്രെട്ട് ഉണ്ട്. പാകിസ്ഥാനൊക്കെ തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ബംഗ്ലാദേശ് ഇപ്പൊ അടുത്ത അഡീഷണൽ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് UN പീസ് കീപ്പിംഗിലേക്ക് വിടാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ പിൻവലിക്കണം എന്നാണ് പറയാനുള്ളത് നിരുപാധികം.
കാര്യം നമുക്ക് UN എന്തെങ്കിലും ഒരു ഫേവർ തരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഈ മാക്രോന്റെ ഒക്കെ കുരുട്ടുപതി നോക്ക്. അവന്മാരുടെ അടിക്ക് UN പീസ് കീപ്പിംഗ് മിഷനിൽ നിന്ന് സോൾജേഴ്സിനെ വിട്ട് ബോർഡറിൽ നിർത്തണമെന്നാണ് പറയുന്നത്. ഇവന്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലായല്ലോ. അതിന് UN പീസ് കീപ്പിംഗ് മിഷൻ നോ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ തൽക്കാലം നോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത്രയ്ക്ക് സമാധാനം. നടത്തിയ മീറ്റിംഗ്, അത് UK നടത്തിയ മീറ്റിംഗിൽ എൻറ്റയർ ടീമുകൾ, യൂറോപ്പും ഇവരൊക്കെ ചേർന്നുകൊണ്ട്, ഈ ബുദ്ധിമാന്മാരൊക്കെ ചേർന്നിട്ട് ഒരു പുതിയ സമാധാന കരാർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കീ പോയിന്റ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പിടാൻ ഉക്രൈൻ തയ്യാറാണ്. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഥവാ റഷ്യ എങ്ങാനും ഇനി ഇപ്പൊ തൽക്കാലം ഒപ്പിടാൻ പോകുന്ന ഈ ഒരു കരാർ ലംഘനം നടത്തി റഷ്യ എങ്ങാനും വീണ്ടും ആക്രമിക്കാൻ വന്നാൽ USA ഇടപെടണം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് ട്രംപ് ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഞാൻ വരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുതിയ വള്ളിക്കെട്ടുമായി എഴുതി ചേർത്തുകൊണ്ട് പുതിയ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഡ്രാഫ്റ്റ് അമേരിക്കയ്ക്ക് അയക്കാൻ പോകുന്നു, അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നു. നാളെ എന്തായാലും ഓവൽ ഓഫീസിൽ ആ ഡോക്യുമെന്റ് എത്തുമായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി ഇതിന്റെ മേലിലൊരു തീരുമാനം എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കരാർ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ റെപ്രസെന്റേറ്റീവുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഉക്രൈനിൽ ഇരുന്നുകൊണ്ട് സെലൻസ്കി പറയുന്നത്, ഞാൻ ഏത് ഡീലിലും ഏത് കരാറിലും ഏത് മിനറൽ ഡീലിലും ഒപ്പിടാൻ തയ്യാറാണ്, എങ്ങനെയും ഇപ്പൊ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് തന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ സെലൻസ്കിക്കുള്ളത്. സെലൻസ്കി അവരുടെ രാജ്യത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിലൂടെയാണ് അഭിസംബോധന ചെയ്തത്. ഇവരെയായിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വറി ചെയ്യരുത്, രാജ്യം മൊത്തം മുടിപ്പിച്ചിട്ട് ഇനി ആ ജനങ്ങൾ എന്ത് വറി ചെയ്യാൻ, ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ പെർമനന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് പൈപ്പ് ലൈൻ ഇല്ലേ, അതായത് റഷ്യയിൽ നിന്നും ഗ്യാസ് പൈപ്പ് ലൈൻ ഉക്രൈനിലൂടെ കടന്ന് സ്ലോവാക്യ ത്രൂ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ പോകുന്ന ആ പൈപ്പ് ലൈൻ ഉക്രൈനിന്റെ സോൾജേഴ്സ് തന്നെയാണ് ആക്രമിച്ച് അതിന്റെ ഒരു സൈഡിലുള്ള കണക്ഷൻ കേടാക്കിയത്. അത് ഒരു സൈഡ് കേടാക്കിയത് കൊണ്ട് ഇപ്പൊ ഗ്യാസ് ഭാഗികമായിട്ട് പാർഷ്യലി മാത്രമേ അവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് വൺ സൈഡ് പൈപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് യൂറോപ്പിന് നഷ്ടം തന്നെയാണ്. ഉക്രൈനിന്റെ സോൾജേഴ്സ് തന്നെയാണ് വോളണ്ടറിലി ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഉക്രൈനിൽ നിന്ന് വരുന്ന വാർത്ത. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ വാർത്തകൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.